പരിസ്ഥിതി സ്നേഹം എന്തെന്നറിയാൻ പാലക്കാട് ഷൊർണൂരിലെ അംബ്രോസിൻ്റെ വീട്ടിലെത്തണം. ഇരിക്കാൻ മരക്കഷ്ണം, വരുന്നവർക്ക് കുടിക്കാൻ ശംഖുപുഷ്പ ചായയും ഇലയടയും, ഓലമേഞ്ഞ മേൽക്കുരയും അണിയാൻ നെയ്ത വസ്ത്രങ്ങളും. പരിസ്ഥിതി സ്നേഹത്തിനുള്ള അംബ്രോസിൻ്റെയും കുടുംബത്തിൻ്റെയും വൈവിധ്യമാർന്ന ജീവിതകഥയെന്ന് കാണാം. ഭാരതപ്പുഴയോരത്ത് പച്ചപ്പിൻ്റെയും നെൽവയലുകളുടെയും സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ആനാരിക്കുന്നിന്റെ നെറുകയിലേക്ക് എത്തിയൊളിയുന്ന മുളങ്കൂട്ടങ്ങളുടെയും ചെമ്പരത്തിച്ചെടികൾക്കിടയിലൂടെയും ഒന്ന് നോക്കിയാൽ ഫാർമേഴ്സ് ഷെയർ എന്നൊരു കുഞ്ഞൊരു ബോർഡ് കാണാം. അതിനകത്തേക്ക് കയറിയാൽ തുണിയിൽ ചെമ്പരത്തി ചായം മുക്കിയ താളുകളിൽ അക്കത്തിൽ മലയാളം കലണ്ടർ, അടുക്കളയിലെ പാത്രങ്ങളിൽ പൂക്കളും കൊണ്ടാട്ടങ്ങളും, പൂക്കൾ കൊണ്ടുള്ള പാനീയങ്ങളും, വീടിനു സമീപത്ത് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയാകട്ടെ വൈക്കോൽ കൊണ്ടും. ഇത്തരത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്തെന്ന് ജീവിതത്തിലൂടെ കാണിക്കുകയാണ് മുണ്ടായ സ്വദേശിയായ അംബ്രോസും കുടുംബവും. നഗരജീവിതത്തിന്റെ അസ്വസ്ഥതകളോട് യാത്ര പറഞ്ഞ് 9 വർഷങ്ങൾക്ക് മുൻപാണ് കൊച്ചി വൈപ്പിൽ നിന്നും അംബ്രോസും കുടുംബവും ഷൊർണൂരിൽ എത്തുന്നത്. ഭാര്യ മിനിയും മക്കളായ അമലും അഖിലും ഉൾപ്പെടുന്ന കുടുംബത്തിന് പ്രകൃതിക്കിണങ്ങിയ ജീവിതമായിരുന്നു ഇഷ്ടം. അങ്ങനെ എത്തിപ്പെട്ടതാകട്ടെ ഭാരതപ്പുഴയുടെ തീരത്തെ മുണ്ടായി ഗ്രാമത്തിൽ. പുഴയോരത്തായുള്ള 10 ഏക്കർ സ്ഥലത്ത് പ്രകൃതിക്കിണങ്ങിയ ഒരു പാർപ്പിടം ഒരുക്കി. അത് കെട്ടിട നിർമ്മാണം എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. ഞാൻ ബേസിക്കലി ഞാനൊരു മെയ്സനാണ്. അപ്പോൾ എനിക്ക് എന്റെ തലയിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യർക്ക് കൂടാരങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നതിൽ ഞാൻ എന്റെ ചുറ്റുവട്ടത്തുള്ള സാധ്യതകളെ ഞാൻ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇവിടെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതും മറ്റൊരാൾ ഉപയോഗശൂന്യമെന്ന് കരുതി മാറ്റിവെച്ചതോ വേസ്റ്റായിട്ട് മാറിയതോ ഇവിടെ പുഴയുടെ തീരത്തുള്ള പുല്ലുകളോ ഒക്കെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സ്ക്രാപ്പുകൾ ആയിട്ടുള്ള കുറേ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ കെട്ടിട നിർമ്മാണത്തിന്. അതും ഞാൻ പറഞ്ഞതുപോലെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ്. മനുഷ്യർ ഉപയോഗിച്ചുപേക്ഷിച്ച വസ്തുക്കളും ഉണക്കപ്പുല്ലുകളും മരമില്ലുകളിൽ ബാക്കിയായ തടിക്കഷ്ണങ്ങളും ചെറുപുല്ലുകളുമൊക്കെ വെച്ച് ചേർത്തുള്ളതാണ് കെട്ടിടം. ഭക്ഷണശൈലിയും വൈവിധ്യങ്ങളേറെ. വീട്ടിലെത്തുന്ന അതിഥികളെ സ്വീകരിക്കാൻ ശംഖുപുഷ്പം കൊണ്ടുള്ള ചായയും ഇലയടയും ഉൾപ്പെടെ നാടൻ രുചിക്കൂട്ടുകൾ. സമീപ പ്രദേശത്തെ കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന നെല്ലും കാർഷിക വിഭവങ്ങളും ഉപയോഗിച്ച് ഉച്ചഭക്ഷണം. മായം കലരാത്ത മസാലക്കൂട്ടുകളില്ലാത്ത ഭക്ഷണ ക്രമമാണിവിടെ. എന്റെ ചുറ്റുവട്ടത്തുള്ള കർഷകരുമായിട്ട് ഞാനിവിടെ ഒരു മെനു ഇടുമ്പോൾ ആ കർഷകരുടെ അടുത്ത് എന്തുണ്ടെന്ന് അന്വേഷിക്കും. എനിക്കങ്ങനെ സൗഹൃദമുള്ള കർഷകർ എന്റെ ചുറ്റുവട്ടത്തുണ്ട്. എനിക്കും സാധ്യമാവുന്നത് ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അപ്പൊ അങ്ങനെ അവരുടെ കയ്യിലുള്ള വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള കൗതുകവും അറിവും എനിക്കുണ്ട്. എനിക്കതിൽ വലിയ കൗശലമുണ്ട്. എനിക്കതിന് വലിയ താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഭക്ഷണം ഒരു സ്പെഷ്യലാണ്. അതിലും സാമൂഹിക ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ആരോഗ്യത്തിന് ക്ഷയമേൽപ്പിക്കുന്ന മസാലകൾ, അധിക മസാലകളോ അധിക രുചികളിലേക്കോ പോകാതെ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ളൊരു ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിന്റെ ഒരു അടയാളപ്പെടുത്തലാണ് ഫാർമേഴ്സ് ഷെയറിന്റെ ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ശരിക്കും ഫാർമേഴ്സ് ഷെയറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നത് ഇവിടുത്തെ ഭക്ഷണത്തിന്റെ രുചികൾക്ക് വേണ്ടിയിട്ട്. മൺപാത്രങ്ങളിൽ വെള്ളം, ഉരുളിയിൽ ഇരിപ്പിടം, മരത്തടിയിൽ ഊഞ്ഞാൽ, ഓലമേഞ്ഞ ഇരിപ്പിടങ്ങൾ, അങ്ങനെ പ്രകൃതിയുമായി ഇഴകിച്ചേരുന്നതെല്ലാം ഈ വീട്ടിലുണ്ട്. വീടിന് ചുറ്റും നിറയെ പൂക്കളും ചെടികളും. പ്രകൃതിയെ നോവിക്കുന്ന ഒന്നും തന്നെ വീട് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടില്ല. വീടിന് ചുറ്റും കാണുന്ന മിനി ഹട്ട് ഹൗസുകളും ഊഞ്ഞാലുകളും മറ്റും അലങ്കാരങ്ങളും എല്ലാം മരങ്ങളും പാഴ്വസ്തുക്കളും കല്ലുകളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവരുടെ ജീവിതത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ അനവധി പേരാണ് ഇവരുടെ ജീവിതത്തെ പഠിക്കാൻ ഷൊർണൂരിലേക്ക് എത്തുന്നത്. ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നു പോകുമ്പോൾ അംബ്രോസിന് പറയാനുള്ളത് സ്വന്തം ജീവിതം തന്നെയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.